ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബിവോക്ക് ഡയാലിസിസ് സെക്കൻഡ് സെമ്മിലെ ക്ലിനിക്കൽ ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് വണ്ണിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ലേണിംഗ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ഹീമോഡയാലിസിസിൽ വരുന്ന കോംപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ ഹീമോഡയാലിസിസിലെ ആൻറ്റി കൊയാഗുലേഷനെ കുറിച്ചിട്ടുമാണ് നമുക്ക് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻ ഡ്യൂറിങ് ഹീമോഡയാലിസിസ്. നമുക്ക് അറിയാം, ഹീമോഡയാലിസിസ് സമയത്ത് നമുക്ക് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഹൈപ്പോടെൻഷൻ, നമ്മുടെ ഡയാലിസിസ് തന്നെ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കറക്റ്റ് ഒരു ഹൈപ്പോടെൻഷൻ നമുക്ക് ഈ ഒരു ഹീമോഡയാലിസിസ് വരുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ക്രാംസ്, അതായത് നമുക്കിപ്പോൾ മസിൽ ക്രാംസ് ഉണ്ടാവുക, അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ക്രാംസുകൾ നമുക്ക് ഇതുപോലെ തന്നെ, അതായത് മസിൽ ഉരുണ്ട് കയറലും പേശി വലിയലും ഒക്കെ നമുക്ക് ഹീമോഡയാലിസിസ് സമയത്ത് ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഛർദി, തലവേദന, നെഞ്ചുവേദന, പുറം വേദന, ചൊറിച്ചിൽ, ഇതൊക്കെ നമുക്ക് എന്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്, ഹീമോഡയാലിസിസിൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് നമുക്ക് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഡയലാറ്റിക് ഹൈപ്പോടെൻഷനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് ഡയാലിസിസ് സമയത്ത് ഉണ്ടാവുന്ന ഹൈപ്പോടെൻഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പോടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ഡയാലിസിസ് സമയത്ത് നമ്മുടെ ശരീരത്തിന് ഫ്ലൂയിഡ് പോലെ, അതായത് നീര് വെക്കുന്ന കണ്ടീഷൻ നമുക്കറിയാം. നീര് വെക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ആ ഫ്ലൂയിഡൊക്കെ ഡയാലിസിസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് BP എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒരു BP നമ്മുടെ ലോ ആവുന്ന കണ്ടീഷൻ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BP എന്ന് പറയുന്നത് നമുക്കറിയാം 120/80 mmHg ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് നോർമലായിട്ടുള്ള BP എന്ന് പറയുന്നത്. ആ BP എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു 90 mmHgയേക്കാളൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ പേഷ്യൻസിന് ഒരു 20 തൊട്ട് 30 mmHg വരെ ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സഡനായിട്ട് ഡെത്തൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഈ ഡയാലിസിസ് സമയത്ത് ബ്ലഡ് പ്രഷർ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്ലഡ് പ്രഷറിൽ നമുക്ക് ഡയാലിസിസിന് മുൻപേ തന്നെ നമുക്ക് ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഡയാലിസിസിന് മുൻപ് തന്നെ പേഷ്യൻ്റെ BP കൃത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ പേഷ്യൻറ്റിന് ലോ ബ്ലഡ് പ്രഷർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആൾക്ക് കാർഡിയാക് ഡിസീസുകൾ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഫങ്ഷണൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡയാലിസിസ് എങ്ങനെ നമുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണകളോടൊക്കെ കൂടിയിട്ട് വേണം നമ്മൾ ഡയാലിസിസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇൻട്രാഡയലാറ്റിക് hypotension is also associated with an increased risk of access thrombosis and causes of IDH. അതുപോലെ തന്നെ ത്രോംബോസിസ് നമുക്ക് എന്തിനെ കാരണമാവുന്നുണ്ട്, നമുക്ക് ഈ ഒരു ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷന് കാരണമാവാറുണ്ട്. നെക്സ്റ്റ് പറയുന്നത് IDH റിലേറ്റഡ് ടു ബ്ലഡ് വോളിയം ചേഞ്ചസും നമുക്ക് ഈ ഒരു ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. നമുക്ക് സാധാരണയായിട്ട്, അതായത് ഈ വോളിയം ഇതിനെ റിലേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ ബ്ലഡ് വോളിയം, അതായത് നമ്മുടെ ബ്ലഡും അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ വോളിയം കൂടുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഡയാലിസിസ് വഴി ഫ്ലൂയിഡ് റിമൂവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഈ വോളിയം ചേഞ്ചസ് നമ്മുടെ ഡയാലിസിസിലുള്ള അൾട്രാ ഫിൽട്രേഷൻ റേറ്റിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എത്ര ടൈം, അതായത് ചിലപ്പോൾ നമുക്ക് പേഷ്യൻസിന് പല രീതിയിലാണ് നമ്മൾ ഡയാലിസിസ് കൊടുക്കുക. ചിലപ്പോൾ വീക്കിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ വീക്കിൽ 2 times അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനെയാണെങ്കിലും
ബാധിക്കുന്നുണ്ട്. ഈ വോളിയം, നമ്മുടെ ബ്ലഡ് വോളിയം എന്നാണ് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നമുക്ക് എത്രത്തോളം വോളിയം നമുക്ക് ഇൻജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പേഷ്യൻസിന് നമുക്കറിയാം, ഡയാലിസിസ് പേഷ്യൻസ് അത്രയധികം ഫ്ലൂയിഡൊന്നും ഇൻടേക്ക് ചെയ്യില്ല. അപ്പോൾ എത്രത്തോളം വെള്ളം കുടിക്കണം, അതായത് കൂടുതലായിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എത്രത്തോളം വെള്ളം കുടിക്കണം എന്നുള്ളതിൻ്റെ അളവിന് നമ്മുടെ ബ്ലഡ് വോളിയം റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യൂറിൻ എക്സ്ക്രീഷൻ, എത്രത്തോളം യൂറിൻ പേഷ്യൻ്റ് പാസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് അവോയ്ഡ് ലാർജ് ഇൻട്രാഡയലാറ്റിക് വെയിറ്റ് ഗെയിൻസ് ആണ് അടുത്ത പറയുന്നൊരു ടോപ്പിക്ക്. ഇതിൽ നമുക്ക് അവോയ്ഡ് ലാർജ് ഇൻട്രാഡയലാറ്റിക് വെയിറ്റ് ഗെയിൻസിൽ ഫസ്റ്റ് പറയുന്ന കാര്യം, അതായത് നമ്മുടെ ഈ ഒരു ഒബ്സർവേഷണൽ ഡാറ്റ ഫൈൻഡ് ഇൻ അസോസിയേഷൻ ബിറ്റ്വീൻ എ ഹയർ സോഡിയം ഇൻടേക്ക് ആൻഡ് പുവർ ഔട്ട്കം. അതായത് നമുക്കൊരു ഒബ്സർവേഷണൽ ഡാറ്റയാണ് തന്നിരിക്കുന്നത്, ഹയർ സോഡിയം ഇൻടേക്കും അതുപോലെ തന്നെ പുവർ ഔട്ട്കംസിനെ കുറിച്ചിട്ട്. അതായത് നമുക്ക് കൂടുതലായിട്ട് സോഡിയം നമ്മുടെ ശരീരത്തിലുള്ളതും അതുപോലെ തന്നെ വളരെ കുറച്ച് ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുള്ള കാര്യങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ വോളിയം റിലേറ്റഡ് ആണെങ്കിൽ, ലാർജ് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഹൈ അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കാം. പിന്നെ ഷോർട്ട് വീക്കിലി ഡയാലിസിസ് ടൈം ആണെങ്കിൽ കുറച്ച് ഡയാലിസിസ് ടൈമിൻ്റെ ഷോർട്ട് ആക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് ആണുള്ളത്. എക്സസീവ്ലി ലോ ടാർജറ്റ് ഡ്രൈ വെയിറ്റ്. നെക്സ്റ്റ് ഇൻഎഡ്യൂക്കേറ്റ് വാസോ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ ഹൈ ഡയാലിസിസ് സൊല്യൂഷൻ ടെമ്പറേച്ചർ, നമുക്ക് ഹൈ ആയിട്ട് ഡയാലിസിസ് സൊല്യൂഷൻ ടെമ്പറേച്ചർ ഉള്ള സമയങ്ങളിൽ. പിന്നെ ഓട്ടോണോമിക് ന്യൂറോപ്പതി, ആൻറ്റി ഹൈപ്പർ ടെൻസീവ് മെഡിക്കേഷൻസ്, ഈറ്റിംഗ് ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ്, അനീമിയ. നെക്സ്റ്റ് കാർഡിയാക് ഫാക്ടേഴ്സിനെയൊക്കെ ബാധിക്കുന്നത് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷനൊക്കെ വരുമ്പോഴാണ്, നമ്മുടെ ഡയസ്റ്റോളൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ്. പിന്നെ അൺകോമൺ കോസസ് എന്ന് പറയുന്നത് പെരിക്കാർഡിയൽ ടാംപോണേറ്റ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അൺകോമൺ ആയിട്ട് നമുക്ക് വരുന്ന കേസുകളൊക്കെയാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഒക്കൾട്ട് ഹെമറേജ്, സെപ്റ്റിസീമിയ, ഡയലൈസർ റിയാക്ഷൻസ്, ഹീമോലൈസിസ്, എയർ എംബോളൈസേഷൻ. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് കോസസ് ഓഫ് ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു കുറച്ച് വോളിയം റിലേറ്റഡ് അതുപോലെ തന്നെ ഇൻഎഡ്യൂക്കേറ്റ് വാസോ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു പോയിൻ്റായിട്ട് പറയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് ഓരോന്നിനെയും കുറിച്ചിട്ടാണ് നമ്മൾ കോസസ് ഓഫ് ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷനിൽ വിവരിക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇൻട്രാഡയലാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാവാം. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻക്രീസിങ് വീക്കിലി ട്രീറ്റ്മെൻറ്റ് ടൈം. അതായത് നമുക്ക് ഡയാലിസിസ് പേഷ്യൻസിന് നമുക്ക് എത്രത്തോളം നമുക്ക് ഒരാഴ്ചയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പേഷ്യൻസിൻ്റെ അൾട്രാ ഫിൽട്രേഷൻ റേറ്റ് എത്രത്തോളം ഉണ്ടെന്നതിനനുസരിച്ച്, അതുപോലെ തന്നെ അവരുടെ സൈസ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എത്രത്തോളം പേഷ്യൻറ്റിന് ഡയാലിസിസ് ഒരു 1 വീക്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ വെയിറ്റ് നമ്മൾ നോക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയാലിസിസിന് അവരെ കൊണ്ടുപോകുന്നത്. ഇനി സാധാരണയായിട്ട് നമ്മൾ നന്നായിട്ട് ഫ്ലൂയിഡ് റിമൂവൽ ചെയ്യണം ഒരു പേഷ്യൻസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ദിവസങ്ങളാണ് നമുക്ക് സാധാരണയായിട്ട് ഒരു ഡയാലിസിസ് സെൻറ്ററിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലോങ് വീക്കെൻഡ് ഡയൂററ്റിക് ഇൻ്റർവെല്ലൊക്കെ നമുക്ക് കൊടുക്കുന്നത്. അതായത് ദിസ് കട്ട്സ് ഔട്ട് ദ ലോങ് വീക്കെൻഡ് ഇൻട്രാഡയലാറ്റിക് ഇൻ്റർവെൽ ആൻഡ് ഓൾസോ ഇൻക്രീസസ് ദ വീക്കിലി ഡയാലിസിസ് ടൈം. അതായത് നമുക്ക് ഇത്രയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ഡയാലിസിസ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയധികം ഫ്ലൂയിഡൊന്നും അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ആഴ്ചയിൽ ഒരു തവണയൊക്കെയായിട്ട് നമ്മൾ ഡയാലിസിസ് കൊടുക്കുന്നത്. സാധാരണയായിട്ട് നമുക്ക് ഒരു 3 ഹവേഴ്സൊക്കെയാണ് നമ്മൾ ഒരു ഡയാലിസിസ് സമയം എടുക്കുന്നത്. പിന്നെ ഇൻ പേഷ്യൻറ്റ് വിത്ത് ലിറ്റിൽ ഓർ നോ റെസിഡ്യുവൽ യൂറിൻ ഔട്ട്പുട്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൗ ഹൈ ദെയർ KT/V മേ ബി.
അതായത് എത്രത്തോളം അവർക്ക് KT/V വാല്യൂ വരുന്നുണ്ടെന്ന് നോക്കും. K എന്ന് പറയുന്നത് ക്ലിയറൻസ്, അതായത് ഡയാലിസിസ് ചെയ്യുമ്പോൾ എത്രത്തോളം ക്ലിയറൻസ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇത്ര ടൈമിനുള്ള, ഇപ്പോൾ 3 hours ആണെങ്കിൽ 3 hours എത്രത്തോളം ക്ലിയറൻസ് നടക്കുന്നുണ്ട് ബൈ വോളിയം, അതായത് എത്രത്തോളം സൊല്യൂട്ടാണ് റിമൂവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത്, നമുക്ക് പേഷ്യൻസിനൊക്കെ എന്താണ് ഫ്ലൂയിഡ് വോളിയൊക്കെ കൂടുതലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 4 hours തെറാപ്പിയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസിന് യൂറിൻ്റെ ഔട്ട്പുട്ടൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഡയാലിസിസ് പേഷ്യൻസിന്. അപ്പോൾ യൂറിൻ്റെ ഔട്ട്പുട്ട് തീരെ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഡയൂററ്റിക് തെറാപ്പീസൊക്കെ നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നതൊക്കെയാണ്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിനിങ് ആൻഡ് ഇൻക്രീസിങ് യൂറിനറി വോളിയത്തിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമുക്ക് യൂറിനറി വോളിയത്തിന് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷന് പ്രോബ്ലം വരുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ കിഡ്നി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, യൂറിൻ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡൈയൂററ്റിക് തെറാപ്പികൾ പേഷ്യൻസിന് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഡയൂററ്റിക് തെറാപ്പീസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും, അതായത് യൂറിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് യൂറിനറി വോളിയം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് ഡയൂററ്റിക് തെറാപ്പീസ് കൊടുക്കാം.